ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ മാറ്റത്തിൻ്റെ ട്രാക്കിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ശുചിമുറിയുടെ ആധുനികവൽക്കരണം മുതൽ അതിവേഗ ട്രെയിൻ വരെയുള്ള മാറ്റങ്ങൾ റെയിൽവേ നടപ്പിലാക്കി കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണവും പാത ഇരട്ടിപ്പിക്കലുമൊക്കെ തകൃതിയായി നടക്കുകയാണ്. ഇപ്പോഴിതാ ഇന്ത്യൻ റെയിൽവേ റെയിൽപാളങ്ങൾക്ക് ഇരുവശവും സുരക്ഷാവേലി സ്ഥാപിക്കാനൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആദ്യഘട്ടത്തിൽ പോത്തന്നൂർ മുതൽ മംഗളൂരു വരെയാണ് സുരക്ഷാവേലി സ്ഥാപിക്കുന്നത്. 530 കിലോമീറ്റർ ദൂരം വേലി നിർമ്മിക്കാനായി 320 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ 130 കിലോമീറ്ററിലേക്ക് ഉയർത്തുമ്പോൾ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് വേലി നിർമ്മിക്കുന്നത്. നിലവിൽ പാലക്കാട് ഡിവിഷനിലെ 8 സെക്ഷനുകളിലാണ് നിർമ്മാണം നടക്കുന്നത്. കന്നുകാലികളടക്കം പാളത്തിൽ കയറി ഇടിച്ചാൽ വന്ദേഭാരത് ട്രെയിനുകളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. വന്ദേഭാരത് തീവണ്ടി 130 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ദക്ഷിണ റെയിൽവേയിലെ മേഖലകളിലെല്ലാം സുരക്ഷാവേലി സ്ഥാപിക്കുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ട്രെയിനുകളുടെ വേഗം 130 കിലോമീറ്ററായി ഉയർത്തുന്നതിൻ്റെ ഭാഗമായി സുരക്ഷയ്ക്ക് പാളങ്ങളിൽ 3ാം സിഗ്നൽ സ്ഥാപിച്ചു വരികയാണ്. ട്രെയിൻ സ്റ്റേഷനിൽ പ്രവേശിക്കും മുൻപ് അടയാളം നൽകാൻ നിലവിൽ 2 സിഗ്നൽ പോസ്റ്റുകളുണ്ട്. അതിനു പുറമെ ഒരു സിഗ്നൽ സംവിധാനം കൂടി വരും. സ്റ്റേഷനിലേക്കുള്ള ട്രെയിനുകളുടെ വരവിനും പോക്കിനും വേഗം കൂടുകയും ചെയ്യും. കേരളത്തിൽ തീവണ്ടികളുടെ വേഗം മണിക്കൂറിൽ 130 കിലോമീറ്ററിലേക്ക് വർദ്ധിപ്പിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ 2026 പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിൽ മംഗളൂരു ഷൊർണൂർ പാതയിൽ താരതമ്യേന വളവുകളും തിരിവുകളും കുറവായതിനാൽ 2025 തന്നെ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യവും പ്രാപിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ഇതര റെയിൽവേ ഡിവിഷനുകളിലും വേഗത വർദ്ധിപ്പിക്കലിൻ്റെ ഭാഗമായി വേലി നിർമ്മാണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം കേരളത്തിൻ്റെ വികസന സ്വപ്നമായ ദേശീയപാതയുടെ പുതുക്കിയ നിർമ്മാണം പൂർണ്ണമാവുകയാണ്. അടിപ്പാതകളും മേൽപ്പാലങ്ങളും ആവശ്യപ്പെട്ട് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ജനകീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതോടൊപ്പമാണ് റോഡിന് സമാന്തരമായി കടന്നുപോകുന്ന റെയിൽവേ ലൈനിലെ വേലികെട്ടലും വരുന്നത്. റെയിൽവേ യാത്രാ സൗകര്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം പരിമിതികൾ അനുഭവിക്കുന്ന വടക്കൻ ജില്ലകളിലാണ് ആദ്യം വേലി വരുന്നത്. അതുകൊണ്ടാണ് പാലക്കാട് ഡിവിഷൻ്റെ പഴയ കേന്ദ്രമായിരുന്ന പോത്തന്നൂർ മുതൽ മംഗലാപുരം വരെയുള്ള മേഖലകൾ പ്രഥമ പരിഗണനയിൽ വന്നത്. വേഗം കൂടിയാൽ കൂടുതൽ വണ്ടികൾ വരുമോ എന്നാണ് യാത്രക്കാരുടെ ചോദ്യം. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.